കൊല്ലം കരുനാഗപ്പള്ളിയിൽ MDMA-യുമായി യുവാവ് പിടിയിലായത് കരുനാഗപ്പള്ളി സ്വദേശി രാഹുൽ. ഇയാളിൽ നിന്നും 2.31 ഗ്രാം MDMA പോലീസ് കണ്ടെടുത്തു. മലപ്പുറം നിലമ്പൂരിൽ തോട്ടിൽ ശുചിമുറി മാലിന്യം തള്ളിയ സംഭവത്തിൽ പ്രതികൾ അറസ്റ്റിലായത് രാമംകുളം സ്വദേശി ഷാജഹാൻ, മഞ്ഞപ്പറ്റ സ്വദേശികളായ മുഹമ്മദ് നിഷാദ്, മുഹമ്മദ് ഷാഹിർ എന്നിവർ. മലപ്പുറം മഞ്ചേരിയിൽ പെട്രോൾ പമ്പ് ജീവനക്കാരനായ പയ്യനാട് സ്വദേശി ആഷ്ബിനെ അഗ്നിരക്ഷാ സേനാംഗങ്ങൾ അഭിനന്ദിച്ചു. പ്രദേശത്തുണ്ടായ തീപിടുത്തത്തിൽ ആഷ്ബിന്റെ സമയബന്ധിതമായ ഇടപെടലിനാണ് അഗ്നിരക്ഷാ സേനയുടെ അഭിനന്ദനം. പെട്രോൾ പമ്പിന് സമീപം നിർത്തിയിട്ട ബുള്ളറ്റിന് തീ പിടിച്ചതിനെ തുടർന്ന് ആഷ്ബിനെ എക്സ്റ്റിങ്ക്യൂഷൻ ഉപയോഗിച്ച് തീ നിയന്ത്രണ വിധേയമാക്കുകയായിരുന്നു. മലപ്പുറം ഇരുമ്പിളിയം പഞ്ചായത്ത് താരോത്സവം എന്ന പേരിൽ ഭിന്നശേഷി കലോത്സവം സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ഷഹനാസ് PT ഉദ്ഘാടനം ചെയ്തു. കലോത്സവം സംഘടിപ്പിച്ചത് ഭിന്നശേഷി കുട്ടികളുടെ കലാപരമായ കഴിവുകൾ പരിപോഷിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ. മലപ്പുറം കാലടി ഗ്രാമപഞ്ചായത്ത് സ്പർശം 2025 എന്ന പേരിൽ ഭിന്നശേഷി കലോത്സവവും പരിരക്ഷാ കുടുംബ സംഗമവും നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് KG ബാബു ഉദ്ഘാടനം ചെയ്തു. മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി മലപ്പുറം ഇരുമ്പിളിയം പഞ്ചായത്തിൽ കുട്ടികളുടെ ഹരിതസഭ ചേർന്നു. ചടങ്ങിൽ സമ്പൂർണ്ണ ഹരിത വിദ്യാലയ പ്രഖ്യാപനവും ഹരിത വിദ്യാലയങ്ങൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷഹനാസ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ചാലക്കുടിയിൽ കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ മൈക്രോ ലാബുമായി സഹകരിച്ച് ഹോട്ടൽ തൊഴിലാളികൾക്കും ഭക്ഷ്യവിതരണ തൊഴിലാളികൾക്കുമായി ഹെൽത്ത് ക്യാമ്പ് സംഘടിപ്പിച്ചു. നഗരസഭാ ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷൻ ദീപു ദിനേശ് ഉദ്ഘാടനം ചെയ്തു. ഇനിയൊരു ഇടവേളയാണ്. കേരള വിഷൻ ന്യൂസിന്റെ തത്സമയ വാർത്തകൾ നിങ്ങൾക്ക് ഇതോടൊപ്പം ഞങ്ങളുടെ YouTube അടക്കമുള്ള സാമൂഹ്യ മാധ്യമങ്ങളും തത്സമയം കാണാം.